ഗഗനചാരി ആറ് സാധനം. അതായത് ശരിക്കും പടം കണ്ട് ട്രിപ്പിംഗ് ആയിപ്പോയി. കംപ്ലീറ്റ്ലി ഇങ്ങനെ വൈബടിച്ച് കണ്ടുള്ളൊരു സിനിമ, സീൻ പടം. ലവ് ദിസ് മൂവി. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിൽ ഇതിന്റെ കപ്പിത്താൻ്റെ അടുത്താണ്. അരുൺ ചന്തു ബ്രോ, നിന്റെ കയ്യിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നീ വേറെ പലതും കാണിച്ചു തന്നെയെന്ന് എനിക്ക് മനസ്സിലായി. അവനെ നമിക്കണം. അത് ഈ സിനിമയിലെ ബഡ്ജറ്റിനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന രീതിയല്ലോ. മലയാള സിനിമയുടെ ഒരു മാർക്കറ്റ് വാല്യൂ, ഈ സിനിമ കാണിച്ചുണ്ടാക്കാവുന്ന പൈസയ്ക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അവിടെ നിന്നുകൊണ്ട് ചെലവാക്കാൻ പറ്റുന്ന ആ തുകയിൽ നിന്നുകൊണ്ട് വളരെ എഫക്റ്റീവായി സ്റ്റോറി പറഞ്ഞു എന്നുള്ളത് എനിക്കൊരു വലിയ പോസിറ്റീവായിട്ട് തോന്നി. പക്ഷെ ഇതൊക്കെ എടുത്തിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രീതിയിലാണ്. അവൻ്റെ ഒരു വിഷൻ ഉണ്ട്. നമുക്കൊരു ഡിസ്ട്രിക്ട് 9 ഒക്കെ കാണുന്ന പോലത്തെ ആ പടമൊക്കെ കാണുന്ന പോലെ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. പ്രധാന കഥാപാത്രങ്ങളുടെ വരവിന് ശേഷം പിന്നീട് കോമഡിയുടെ ഏറും കളിയാണ്. ഭയങ്കര അണ്ടർറേറ്റഡ് ആണ് കേട്ടോ. ഇത് വേറൊരാളുടെ കൈ കിട്ടി ചിലപ്പോൾ ഓവറാക്കി ചളപ്പാക്കി വിടുമായിരുന്നു. ക്ലിയർ കിട്ടുന്നതായിട്ടാണ് പുള്ളി ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഒരു രക്ഷയില്ല ഗോകുൽ.